കൺസ്യൂമർ ഫെഡിന് ആശ്വാസം. റമദാൻ വിഷു ചന്തകൾ തുടരാൻ ഹൈക്കോടതിയുടെ അനുമതി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രചാരണവും പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവും ഹൈക്കോടതി പരിഷ്കരിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൺസ്യൂമർ ഫെഡിന് ആശ്വാസം ലഭിച്ചിരിക്കുന്നു. റമദാൻ വിഷു ചന്തകൾ തുടരാൻ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രചാരണവും പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവും ഹൈക്കോടതി പരിഷ്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത വളരെ വിവാദമായി തന്നെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. കൺസ്യൂമർ ഫെഡിന് ആശ്വാസമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകാൻ രേഷ്മയുണ്ട് ടെലിഫോൺ ലൈനിൽ. രേഷ്മ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സംസ്ഥാനത്ത് റംസാൻ വിഷുചന്തകൾ ആരംഭിക്കുന്നതിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺസ്യൂമർ ഫെഡിന് അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. റംസാൻ വിഷുചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുകയാണ്. പക്ഷേ ഈ ചന്തകൾ അല്ലെങ്കിൽ ഈ വിപണന മേളകൾ യാതൊരു തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇതിനായിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഉറപ്പ് സഹകരണ രജിസ്ട്രാറും ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. യാതൊരു തരത്തിലും ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് സഹകരണ രജിസ്ട്രാർ നൽകിയത്. മാത്രമല്ല, ഈ ചന്തകൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇത്തരത്തിൽ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി നൽകണമെന്നുള്ള ഒരാവശ്യമാണ് രജിസ്ട്രാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ റംസാൻ വിഷുചന്തകളുടെ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പ് യാതൊരു തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കില്ല എന്ന് കൺസ്യൂമർ ഫെഡ് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപാധികളോടുകൂടി ഇതിന് അനുമതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയിരിക്കുന്നത്. മനുഷ്യന്റെ ഗതികേടിനെ യാതൊരു തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു പരാമർശം ഇന്ന് ഈ ഹർജിയിന്മേൽ വാദം നടന്ന വേളയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതിയാണ് ഈ ചന്തകൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സബ്സിഡി ഇനത്തിൽ ഏകദേശം 5 കോടി രൂപ ലഭിക്കാനായിട്ട് രജിസ്ട്രാർ സർക്കാരിന് മുന്നിൽ ശുപാർശ വെച്ചത്. അതിനിടയിൽ തന്നെ മാർച്ച് 16-ാം തീയതി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തുടർന്നാണ് ഇതിനുള്ള അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചത്. പക്ഷേ നേരത്തെയും ഈ ഇത്തരം ഒരു സന്ദർഭങ്ങളിലൊക്കെ തന്നെ ചന്തകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി അത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇരു ഭാഗത്തിന്റെ വാദം ഹൈക്കോടതി കേട്ടതിന് ശേഷമാണ് ഉപാധികളോടെ റംസാൻ വിഷുചന്തകൾ നടത്തുവാനായിട്ട് സർക്കാർ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകിയത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം തന്നെ ഇത് സംബന്ധിച്ച് തങ്ങളുടെ മറുപടി ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ വിഷുചന്തകൾ നടത്തുകയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയാൽ വോട്ടർമാരെ സ്വാധീനിച്ചേക്കും. അത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ്, പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. അതിനാൽ തന്നെ അനുമതി നൽകാതെ ഇരുന്നത് അതുകൊണ്ടാണ് എന്നുള്ളൊരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് റംസാൻ വിഷുചന്തകളുടെ അല്ലെങ്കിൽ നടത്തിപ്പിനെ ഉപയോഗിക്കില്ല എന്ന് സഹകരണ രജിസ്ട്രാർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും കൺസ്യൂമർ ഫെഡിനെ സംബന്ധിച്ച് ആശ്വാസം നൽകിക്കൊണ്ടുള്ളതാണ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉത്തരവ്. കൺസ്യൂമർ ഫെഡിന് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. റമദാൻ വിഷു ചന്തകൾ തുടരാൻ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രചാരണവും പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാമെന്നും കോടതി അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.